പത്തനംതിട്ട മൂഴിയാറിൽ യുവതിയെ കൊന്ന പ്രതി കുറ്റം സമ്മതിച്ചു. ആദിവാസി യുവാവ് വിനോദ് കുമാറാണ് പോലീസിന് മൊഴി നൽകിയത്. വിനോദ് കുമാറിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രതിയെ പത്തനംതിട്ട എസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസും പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവും ചേരുന്നു. ആൽവിൻ, ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? അഖില, ഈ പത്തനംതിട്ട മൂഴിയാറിലുണ്ടായ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗവിയിൽ ഉണ്ടായ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ ഉച്ചയോടുകൂടിയാണ്, ഇന്ന് രാവിലെയോടുകൂടിയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളുടെ പേര് വിനോദ് എന്നാണ്. ഇയാൾ മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. ഇയാൾ പത്തനംതിട്ട മൂഴിയാറിൽ ഈ സംഭവത്തിന് ശേഷം ഇവിടെ വന്നതാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്തതിലാണ് അദ്ദേഹം ഈ പ്രതി എന്നയാൾ, വിനോദ് എന്നയാൾ, ഇപ്പോൾ ഈ യുവതിയുമായി, മരിച്ച യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പോലീസിന് അത്തരത്തിലുള്ള മൊഴി നൽകിയിട്ടുണ്ട്. ഈ പ്രതിക്ക് ഈ യുവതിയെ നേരത്തെ അറിയാം, ഫോണിലൂടെയും ഒക്കെയും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രാഥമികമായ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ നടത്തി വരികയാണ്. ഇയാളെ പിടികൂടുന്നത് രാവിലെ വണ്ടിപ്പെരിയാറിലെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ്. ഇത്തരത്തിലൊരു കൊലപാതകം അവിടെ നടന്നുവെന്നും അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വേണമെന്നുള്ള തരത്തിൽ വണ്ടിപ്പെരിയാർ പോലീസിന് വിവരം ലഭിക്കുകയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം ഈ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തി ഇയാൾ സഞ്ചരിച്ചു വന്ന വാഹനം ഒരു ബസ്സായിരുന്നു. അതിൽ ബസ്സിൽ കയറിയാണ് അയാൾ വന്നത്. അയാൾ ഈ ബസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബസ് അവിടെ തടഞ്ഞു നിർത്തിയ ശേഷം ബസ്സിൽ നിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. ഇയാൾക്കൊപ്പം 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ പെൺകുട്ടി ഇയാളുടെ സഹോദരിയുടെ മകളാണ് എന്നുള്ളതാണ് ഇയാളിപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. പോലീസ് ഈ പെൺകുട്ടിയോടും കാര്യങ്ങൾ ചോദിച്ച് അറിയുകയാണ്. ഈ മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെടുന്ന വിനോദ് എന്നയാളാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഈ യുവതിയുമായി തനിക്ക് മുൻപരിചയമുണ്ടായിരുന്നു, താൻ അടുപ്പത്തിലായിരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ മൊഴി നൽകിയതായി പോലീസ് നമ്മളെ അറിയിക്കുന്നത്. പത്തനംതിട്ട SP അടക്കമുള്ള സംഘം ഇപ്പോൾ വിശദമായി ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. അല്പസമയത്തിനകം ഇയാളെ ചോദ്യം ചെയ്യലിന് ശേഷം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. ശ്രീരാജ് കൂടി ചേരുന്നുണ്ട്. ശ്രീരാജ്, പ്രതിയെ പത്തനംതിട്ട SPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്നുണ്ടാകുമോ? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? അഖില, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്നുണ്ടാകും. പത്തനംതിട്ട SP അവിടേക്ക് എത്തിയിട്ടുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. എന്താണ് ഇതിന് പിന്നിലെ കാരണം, ഈ പെൺകുട്ടിയുമായുള്ള ഈ പ്രതിയുടെ ബന്ധം എന്താണ്, എപ്പോഴാണ് ഇവിടേക്ക് എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഈ പ്രതിയോടൊപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു, 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ കൊല്ലപ്പെട്ട യുവതിയുടെ മൃതദേഹം ഇത്തരത്തിൽ വഴിയരികിൽ വെള്ളത്തിലായി പ്രദേശവാസികൾ കാണുന്നത്. ഉടൻ തന്നെ മൂഴിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയാണ് ഗവി ഉൾപ്പെടുന്ന പ്രദേശം. മൂഴിയാർ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. മൂഴിയാറിൽ നിന്നും ഒരുപാട് സമയം വേണം ഇവിടേക്ക് എത്താൻ. ആ ഒരു സമയം പരിധി പോലീസ് പരിമിതി ഉണ്ടായിരുന്നു അവിടേക്ക് എത്തിച്ചേരുന്നതിൽ. അങ്ങനെ ഈ നാട്ടുകാർ തന്നെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പരിധികളിലും നാട്ടുകാരും അതുപോലെ തന്നെ മൂഴിയാർ പോലീസിന്റെ അടക്കം ഉള്ള വിവരം അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ വളരെ വേഗം എത്തിയത്. ഈ മൃതദേഹ ശരീരമാസകലം മുറിവുകളും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയ നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇതൊരു ബലാത്സംഗം എന്ന നിലയിലേക്ക് ആദ്യം സംശയം തോന്നിയത്. പോലീസും അത്തരത്തിൽ തന്നെയാണ് അന്വേഷിച്ചത്. എന്തായാലും ഈ പ്രതിയായിട്ടുള്ള ആളെ എന്തായാലും ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. പത്തനംതിട്ട SP അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തി വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖില, ശരി, യുവതിയെ കൊന്ന കേസിൽ പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ആദിവാസി യുവാവായിട്ടുള്ള വിനോദ് കുമാറാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസും പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവുമാണ് വിശദാംശങ്ങൾ നൽകിയത്.